CPIയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ ഇന്ന് തെരഞ്ഞെടുക്കും. കെ ഇസ്മയിൽ, കാനം രാജേന്ദ്രൻ എന്നിവരിൽ ഒരാൾ സംസ്ഥാന സെക്രട്ടറിയാകും. സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതിനായി കേന്ദ്ര നേതൃത്വം സമവായ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് വിവാദത്തിൽ ആരോപണ വിധേയനായ സി ദിവാകരനെ സംസ്ഥാന കൗൺസിലിൽ നിലനിർത്തും. കെ ഇസ്മയിലോ കാനം രാജേന്ദ്രനോ CPI ഇനി ആര് നയിക്കും? ഉത്തരം ലഭിക്കാൻ മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി. കോട്ടയം സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചപ്പോൾ മുൻതൂക്കം കാനം രാജേന്ദ്രനായിരുന്നു. എന്നാൽ കോട്ടയം സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സെക്രട്ടറി ആരാകുമെന്ന് പ്രവചിക്കുക അസാധ്യം. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ ഇരു വിഭാഗവും അവകാശപ്പെടുന്നുണ്ട്. പാർട്ടിയിൽ സീനിയർ എന്നതാണ് കാനത്തിന് അനുകൂല ഘടകം. എന്നാൽ ജില്ലാ കമ്മിറ്റികളിലെ മേൽക്കൈ സംസ്ഥാന കൗൺസിലും പ്രതിഫലിപ്പിക്കാനായാൽ കെ ഇസ്മയിൽ CPIയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയാകും. ദുർബലമാണെങ്കിലും സി ദിവാകരൻ പക്ഷം ഇത്തവണ ഇസ്മയിലിനെ പിന്തുണയ്ക്കും. കൂടുതൽ പിന്തുണ ലഭിക്കുന്നവർക്കൊപ്പമാകും കേന്ദ്ര നേതൃത്വം. മത്സരം ഒഴിവാക്കുന്നതിനായി ചില സമവായ നിർദ്ദേശങ്ങൾക്കും കേന്ദ്ര നേതാക്കൾ രൂപം നൽകിയിട്ടുണ്ട്. കെ ഇസ്മയിൽ സംസ്ഥാന സെക്രട്ടറി ആയാൽ കാനം രാജേന്ദ്രനെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് പുറമെ AITUC ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്യും. പുതുശ്ശേരി സമ്മേളനത്തോടെ ബിനോയ് വിശ്വത്തിനെയും ദേശീയ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തും. 89 അംഗ സംസ്ഥാന കൗൺസിലിനെയും സമ്മേളനം ഇന്ന് തെരഞ്ഞെടുക്കും. തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ സി ദിവാകരനെ സംസ്ഥാന കൗൺസിലിൽ നിലനിർത്തും. കോട്ടയത്ത് നിന്നും B ബാലഗോപാൽ, റിപ്പോർട്ടർ.